എല്ലാ സമസ്ത മേഖലയിലെ മനുഷ്യരെയും തൊടുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എല്ലാത്തരം ആളുകൾക്കും സർക്കാരിൻ്റെ ഒരു തലോടൽ ഇന്നത്തെ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ടായ നാണക്കേടിനെ മറച്ചുവെക്കാൻ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറച്ചുവെക്കാൻ ഈ 10,000 കോടിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിയുമോ? കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് CPM-ഉം CPI-യും ഒരുമിച്ച് ഇനി ശ്രമിക്കുകയും വേണം. രണ്ടുപേരോട് ചേർന്നാണ് യുദ്ധമുണ്ടായതെങ്കിലും. ഇനി ഇതിനകത്ത് രാഷ്ട്രീയമായ മേൽക്കൈ CPI-ക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്രേ ദിവസം പറഞ്ഞൊരു കാര്യമല്ലേ, ആ കാര്യത്തിൽ CPI ജയിച്ചു. ഇനി എന്താണ്? പക്ഷേ ഈ ഓപ്പറേഷൻ സക്സസ് പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറയുന്നൊരു വിഷയത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഈ നാണക്കേട് CPI-യും കൂടെ ഇനി താങ്ങണം. CPI ഈ പറഞ്ഞതിനൊക്കെ ന്യായീകരിക്കണം. ഞങ്ങൾ തമ്മിലൊന്ന് കളിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനും തമ്മിലാകുമ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേ സാധനത്തെ CPI ന്യായീകരിക്കേണ്ടി വരും. അവരുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ അവർ പോരിനിറങ്ങി ആ നിലപാട് സ്ഥാപിച്ചെടുത്തു. അതിനുശേഷം ഈ ചെയ്തതിനെ മുഴുവൻ ന്യായീകരിക്കേണ്ടി വരുന്നൊരവസ്ഥയുമുണ്ട്. ചുരുക്കത്തിൽ ഒരു തരത്തിലും CPI-ക്കായാലും താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം CPI-ക്കാണെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു വർഷം നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഓരോരോ വിഷയങ്ങളായി വരികയാണ്. പലതും അവധാനതയോടെ കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ. സ്വർണ്ണക്കൊള്ള പോട്ടെ, 2019 തുടങ്ങി വെച്ചു, അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. ഈ വിഷയത്തിലെങ്കിലും കുറച്ചുകൂടെ മര്യാദയ്ക്ക് നിൽക്കാമായിരുന്നല്ലോ. കൂടുതൽ തിരിച്ചടികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴയുണ്ടായാൽ വിരൽ ചൂണ്ടുക ഒരൊറ്റ ആളിലേക്കായിരിക്കും, അത് മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രി കാണിച്ച ഒരു ധൃതി, വേണമെങ്കിൽ വാശി, വേണമെങ്കിൽ മുട്ടാപ്പോക്ക്, ഇതെല്ലാം സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട്. പൊതുജനത്തിന് മുന്നിൽ, പ്രതിപക്ഷത്തിന് മുന്നിൽ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സർക്കാരിനെ നിയന്ത്രിക്കാൻ ഇടതുമുന്നണി എന്ത് ചെയ്യും?